കൃത്യം 11:47 ആ ഡേറ്റിംഗ് ആപ്പ് പണിമുടക്കിയപ്പോൾ മീരയ്ക്ക് തോന്നിയത് പ്രപഞ്ചം അവളെ നോക്കി പരിഹസിക്കുകയാണെന്നാണ്. ഒരു പരസ്യ കമ്പനിയിൽ കോപ്പിറൈറ്ററായി ജോലി ചെയ്യുന്ന മീര കൊച്ചി മെട്രോയുടെ ഒരു മൂലയിലിരുന്ന് തൻ്റെ ഫോണിലേക്ക് തന്നെ തുറിച്ചു നോക്കി നിന്നു. ഹലോ ബ്യൂട്ടിഫുൾ എന്ന് മാത്രം അയച്ച് സംസാരം തുടങ്ങാൻ ശ്രമിക്കുന്ന, യാതൊരു താല്പര്യവും തോന്നാത്ത ഒരാൾക്ക് മറുപടി ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആപ്പ് പെട്ടെന്ന് നിശ്ചലമായത്. സ്ക്രീനിൽ ഒരു ലോഡിംഗ് ചിഹ്നം മാത്രം കറങ്ങിക്കൊണ്ടിരുന്നു. അവൾക്ക് ശരിക്കും ആശ്വാസമാണ് തോന്നേണ്ടിയിരുന്നത്. എന്നാൽ അതിനു പകരം മനുഷ്യരുമായി ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള അവളുടെ മറ്റൊരു ശ്രമം കൂടി പരാജയപ്പെട്ടല്ലോ എന്ന ഭാരമാണ് അവളുടെ നെഞ്ചിൽ നിറഞ്ഞത്. മെട്രോ കടവന്ത്ര സ്റ്റേഷനിൽ എത്തിയപ്പോൾ മീര പുറത്തിറങ്ങി. ഫോൺ അപ്പോഴും പണിമുടക്കിത്തന്നെ കിടക്കുകയായിരുന്നു. ചുറ്റും നടക്കുന്ന ആളുകളാരും പരസ്പരം നോക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും അവരവരുടെ ഫോണുകളിലെ ഇരുണ്ട സ്ക്രീനുകളിൽ തനിച്ചായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന കൊച്ചി നഗരം. എന്നിട്ടും എല്ലാവരും തികച്ചും ഏകാക്കികൾ. പെട്ടെന്ന് അവളുടെ ഫോൺ ശബ്ദിച്ചു. ഡേറ്റിംഗ് ആപ്പ് ആയിരുന്നില്ല. അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് സാന്ദ്രയുടെ മെസ്സേജ് ആയിരുന്നു അത്. എന്തായി നിന്റെ ഡിജിറ്റൽ പ്രണയം? നിനക്കുള്ള ആളെ കണ്ടുപിടിച്ചോ? മീര പെട്ടെന്ന് തന്നെ മറുപടി ടൈപ്പ് ചെയ്തു. ആപ്പ് പണിമുടക്കി. എന്നെക്കൊണ്ട് ഇതൊന്നും ശരിയാകില്ല എന്ന് പ്രപഞ്ചം എനിക്ക് കാണിച്ചു തരികയാണെന്ന് തോന്നുന്നു. സാന്ദ്രയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ മീര ഫോൺ പോക്കറ്റിലിട്ട്. മീരയുടെ ശബ്ദത്തിൽ ചെറിയൊരു ദേഷ്യം കലർന്നിരുന്നു. അവൻ വല്ലാതെ പരുങ്ങി. ആപ്പ് വീണ്ടും നിശ്ചലമാകുന്നതിന് മുൻപ് നിങ്ങളുടെ പ്രൊഫൈലിലെ ഒരു ഫോട്ടോ ഞാൻ കണ്ടു. ആ ഫോട്ടോയുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾ അറിയാതെ പോസ്റ്റ് ചെയ്ത ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടായിരുന്നു. അതിൽ ഈ ഫ്ലാറ്റിൻ്റെ അഡ്രസ്സ് വ്യക്തമായിരുന്നു. അവൻ വല്ലാതെ നാണിച്ചതുപോലെ തോന്നി. ഇതൊരു മാതിരി സൈക്കോകളെ പോലെയുള്ള ഏർപ്പാടാണെന്ന് എനിക്കറിയാം. അതെ, നിങ്ങളൊരു സ്റ്റോക്കറെ പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത്, മീര മുഖത്തടിച്ചതുപോലെ പറഞ്ഞു.